അമേരിക്കൻ പോർ വിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി വീണ്ടും ഇറാൻ. ഹോർമൂസ് ദ്വീപിന് സമീപം അമേരിക്കയുടെ അത്യാധുനിക F-15 യുദ്ധവിമാനം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ സംയുക്ത വ്യോമ പ്രതിരോധ കമാൻഡിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നതിന് മുമ്പ് വിമാനം ഒരു മിസൈൽ വിക്ഷേപിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ വിമാനത്തിന്റെയോ പൈലറ്റിന്റെയോ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെയും F-15 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശവാദമുന്നയിച്ചിരുന്നു. അന്ന് വിമാനം വീഴുന്നതിന്റെയും പൈലറ്റിന്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ-അമേരിക്ക-ഇസ്രായേൽ സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏറ്റവും വലിയ പവർ പ്ലാന്റിൽ നിന്നായിരിക്കും ആക്രമണം തുടങ്ങുകയെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചു. എന്നാൽ ഇതിനു മറുപടിയായി തങ്ങളുടെ ഊർജ്ജ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഊർജ്ജ സാങ്കേതിക വിദ്യ ശുദ്ധീകരണ പ്ലാന്റുകൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ സൈനിക വക്താക്കളും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ ഗുരുതരമായ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നെഗേവ് മരുഭൂമിയിലെ ഡിമോണ, അറാദ് എന്നീ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയതോടെ മേഖലയിൽ ആണവ യുദ്ധഭീതിയും ഉയർന്നിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ ഡിമോണയിൽ മിസൈലുകൾ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ലെങ്കിൽ അത് യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അറാദിലുണ്ടായ നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ 64 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡിമോണയിൽ നിന്ന് വെറും 20 കിലോമീറ്റർ അകലെയാണ് ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം എന്നത് ഈ നീക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നതാൻസിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത്. നതാൻസിൽ റേഡിയേഷൻ ചോർച്ചയില്ലെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതിഗതികൾ IAEA സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇസ്രായേലിന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള ഈ പ്രദേശങ്ങളിലെ ആക്രമണം യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നതിന്റെ സൂചനയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പറഞ്ഞു. അറാദിലുണ്ടായ മിസൈൽ വീഴ്ചയിൽ 64ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രമായ നടാൻസിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ വിജയം കൈവരിക്കാമെന്ന് ട്രംപ് കരുതിയിരുന്നുവെങ്കിലും നിലവിൽ അമേരിക്ക വലിയ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. ആഗോള എണ്ണവില കുതിച്ചുയരുന്നതും നാറ്റോ സഖ്യകക്ഷികൾ യുദ്ധത്തിൽ നേരിട്ട് സഹകരിക്കാൻ വിമുഖത കാണിക്കുന്നതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളെ ഭീരുക്കൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചിട്ടില്ല എന്നത് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലുടനീളം മിസൈൽ ആക്രമണം നടത്തിയും എണ്ണവാതക വിതരണം സ്തംഭിപ്പിച്ചും ഇറാൻ തിരിച്ചടികൾ തുടരുകയാണ്. ഇതോടെ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക സൈനിക ദുരന്തത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണെന്ന ആശങ്ക ശക്തമായി.